ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീമതി ശോഭ ആരാധ്യരായിട്ടുള്ള നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അതിൽ ഒരാളുടെയും പേര് പറയാൻ പറ്റാത്ത രീതിയിൽ എത്ര പ്രൗഢമാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ എന്ന് ഞാൻ ഓരോരുത്തരുടെയും പ്രസംഗം നിരീക്ഷിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒപ്പം ഈ പ്രസ്ഥാനത്തിൽ ആര് ഏത് ചുമതലയിലിരുന്നാലും ഈ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് പ്രതിസന്ധിയെയും ഏത് കൊടുങ്കാറ്റിനെയും വകഞ്ഞ് നീക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, പോലീസ് അധികാരികൾ, അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഇവിടെ എത്തിയിട്ടുള്ള SPGയുടെ ഓരോ അംഗങ്ങളും, മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമുക്കുള്ള ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദിക്കും, ആരാണ് നിങ്ങൾക്ക് കൂട്ടുകാരായിട്ടുള്ളത്? അന്ന് നമുക്ക് 2 പഞ്ചായത്ത് മെമ്പർമാരോ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ കടന്നു വന്ന ഒരാൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള സ്വപ്നം നമുക്കുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അത്രയേറെ പ്രതീക്ഷകൾ, അത്രയും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് തുടങ്ങി. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തികൾ പലരും നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിയുടെ കൊടിയോടൊപ്പം ചേർത്ത് പിടിക്കാനായി BDJS എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെയുള്ള ഓരോ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ പാർട്ടിക്കകത്തേക്ക് വന്ന് അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ NDA സഖ്യവുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഞാൻ നോക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ശ്രീമാൻ അനിൽ ആന്റണി പ്രസംഗിച്ചപ്പോൾ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വന്നത്. മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയിൽ ജിതിൻ രാമദാസ് വരുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ജിതിൻ രാമദാസ് വലിയ ഏതോ മുന്തിയ കോളേജിൽ പഠിച്ച ആളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, എനിക്ക് ആവശ്യത്തിന് മുണ്ട് മടക്കി കുത്താനും മുണ്ടുടുക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു. മറ്റൊരാൾ ഇവിടെ പ്രസംഗിച്ചു, അത് ബൈജു കലാശാലയാണ്. ശ്രീമാൻ ബൈജുവിനെ പോലെയുള്ള ആളുകൾ അടിസ്ഥാന വർഗത്തിന്റെ പ്രാതിനിധ്യം എന്നുള്ളത് അവരെയെല്ലാം തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളും സാധാരണക്കാർക്കും ഞങ്ങൾ ജീവിതം നൽകും എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ മുന്നിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, എന്നെ ഈ വേദിയിൽ പ്രസംഗിപ്പിച്ചത് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന് പറയുകയാണ്. ഞാൻ മുമ്പ് SNDPയുടെ പല യോഗങ്ങളിലും പങ്കെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാലയെക്കുറിച്ച് പഠിച്ച് അത് ചെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ്. അപ്പൊ ആ സമയത്ത് എന്നോട് ചില സ്ത്രീകൾ, അമ്മമാർ പറഞ്ഞു, ഞങ്ങളൊക്കെ സാരിക്ക് മാച്ചായിട്ട് അടിപ്പാവാട ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ അനിഷേധ്യ നേതാവായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി സാർ വന്നതിന് ശേഷമാണ് എന്ന് അമ്മമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ സൂചിപ്പിക്കാൻ കാരണം,
പട്ടിണി ഉണ്ടായിരുന്നു. സ്വന്തം മകന് ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ 10 രൂപ കടം വാങ്ങാനോ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ആ മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിന്നവർക്ക് സാധിച്ചുവെങ്കിൽ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നപ്പോ നമുക്കൊരു ജ്യേഷ്ഠ സഹോദരനെ, നമുക്കൊരു സഹോദരനെ കിട്ടി എന്നുള്ളതാണ്. മറ്റൊരാൾ ഇവിടെ പ്രസംഗിച്ചു, അതാരാണെന്നറിയുമോ? ഷോണാണ്. ഷോൺ ജോർജ് പ്രസംഗിക്കുമ്പോൾ ഞാൻ നോക്കിയായിരുന്നു. എൻ്റെ 10 മിനിറ്റ് സമയമാണ്. പക്ഷെ എൻ്റെ സഹപ്രവർത്തകർക്ക് ഞാനൊരു നല്ല പ്രസംഗം നടത്തേണ്ട സമയത്ത് ഞാൻ എൻ്റെ മിനിറ്റുകൾ ഇവിടെ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ശ്രീമാൻ ഷോൺ ഉണ്ടല്ലോ, ഷോൺ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് കോടികളുടെ അഴിമതി നടത്തിയതിൻ്റെ കഥകളാണ്. കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയവരുടെ കണക്ക് ഇവിടെ പറയുകയും ഞാൻ മത്സരിക്കുന്ന ആലപ്പുഴ പാർലമെന്റില് 40,000 കോടി രൂപയുടെ കരിമണൽ കൊള്ള നടത്തിയിട്ടുള്ള കർത്തയെപ്പോലും മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ തീരുമാനിച്ചുവെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ, മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വിളിച്ചു പറയാൻ സാധിച്ച ഒരു സഹോദരനാണ് ശ്രീമാൻ ഷോൺ ജോർജ്. നമ്മുടെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീമാൻ മുരളീധരൻ അവர்கள் ഈ വേദിയിലുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല, പ്രസംഗിക്കാൻ പോവുകയാണ്. കേന്ദ്രത്തിൽ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും ആളുകൾ മത്സരിക്കുമ്പോ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇത്രയും മന്ത്രിമാരുണ്ടാവുക എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കത് പ്രശ്നമല്ലല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 1/2 ഡസനോളം വരുന്ന മന്ത്രിമാർ കേന്ദ്രത്തിൽ പോയല്ലോ. 1/2 ഡസനോളം വരുന്ന ആളുകൾ നിങ്ങൾ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി എന്താണ് നൽകിയത് എന്നുള്ള ചോദ്യം ഇന്നും കേരളത്തിന്റെ മണ്ണിൽ മാറി നിൽക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര തലത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാർ മൗനമായി അവരുടെ മണിക്കൂറുകൾ മുഴുവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ഒരാൾ ജയിച്ച അധികാരത്തിൽ വന്ന് കസേരയിലിരുന്ന് മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം മാറേണ്ടത് ജനങ്ങളുടെ സേവകനായിട്ടാണ് എന്ന് പഠിപ്പിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം മന്ത്രിസ്ഥാനം അലങ്കരിച്ച ശ്രീമാൻ മുരളീധരൻ ജി, അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ ഇവിടെ മത്സരിക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകര്, എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത സെക്ഷൻ വരാൻ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാരിൽ പലരും 100 സെഞ്ചുറി തികയ്ക്കും എന്നുള്ള രീതിയിലാണ് ഈ ഇരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ ആരാധ്യനായിട്ടുള്ള, ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ എത്ര തന്നെ കണ്ടാലും, അദ്ദേഹത്തെ ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ മുഖകമലത്തെ കാണുമ്പോ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോ നമുക്ക് ഇനിയും പ്രവർത്തിക്കാനുള്ള ഊർജവും ആവേശവും കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, അദ്ദേഹത്തിന്റെ വർഷങ്ങൾ, ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരന്റെ മകനെ ഇന്ന് ലോകത്തിന്റെ വിശ്വഗുരുവിന്റെ സ്ഥാനത്തേക്ക് എന്റെയും നിങ്ങളുടെയും ഭാരതാംബയെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് വരുമ്പോൾ, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ മുൻ മുഖ്യമന്ത്രി, രാഷ്ട്രീയത്തിന്റെ ചാണക്യൻ, കേരളത്തിൽ വികസനം സ്പീഡായി കൊണ്ടുവരണമെന്ന് പറഞ്ഞ ശ്രീമാൻ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്, ശ്രീമതി പത്മജ. ആ പത്മജ ചേച്ചിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതാനും സമയത്തിനകം ഈ വേദിയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ എന്താണ് പറയുന്നതെന്നറിയുമോ? കേരള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോട് ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം പോഷൺ അഭിയാൻ പദ്ധതി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗർഭിണികളായിട്ടുള്ള അമ്മമാർ, അവർക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അവർക്ക് ആരോഗ്യം വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം, അതിന് കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും ചിരിച്ചു. അവര് പറഞ്ഞു, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണമോ? അതായിരുന്നു ചോദ്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാ കേരളത്തിന്റെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രമുഖമായ ഒരു പേപ്പറിൽ വന്ന വാർത്തയാണ്. ആവശ്യത്തിന് ഉയരമില്ലാതെ, ഉയരത്തിനനുസരിച്ച് തൂക്കമില്ലാതെ ജീവിക്കുന്ന കുട്ടികളുടെ നാടായിട്ട് ഈ കേരളം മാറുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയുമോ? 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള 63% കുട്ടികളും
കേരളത്തിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. ജില്ലയുടെ വ്യത്യാസമില്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എന്റെയും നിങ്ങളുടെയും അമ്മമാർ പ്രസവിക്കുന്ന കുട്ടികൾ, 63% വരുന്ന കുട്ടികൾ ശാരീരികമായ പോഷകക്കുറവ് അനുഭവിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നു എന്ന് പ്രമുഖമായിട്ടുള്ള പത്രവാർത്ത കേരളത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ പിണറായി വിജയനോടാണ് ഇപ്പോ മൈക്കിലൂടെ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മകൾക്ക് സ്വർണ്ണത്തേരൊരുക്കുമ്പോ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, കേരളത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാംശം കൊടുക്കണമെന്ന് കേന്ദ്രം പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കിട്ടിയപ്പോ അത് വകമാറി ചിലവഴിച്ച ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയും. ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ് പോഷൺ അഭിയാൻ പദ്ധതി. നോക്കൂ, 23.4% കുട്ടികൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 16.1% വരുന്ന കുട്ടികൾ തീരെ ഭാരമില്ലാത്തവരായിട്ട് കേരളത്തിൽ ജനിക്കുകയാണ്. ഞാനും നിങ്ങളും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത്. നമുക്ക് ഈ കേരളത്തെ ഇങ്ങനെ വിട്ടാൽ പോരാ എന്നുള്ളതാണ്. കുട്ടികളിൽ വിളർച്ച രോഗം 35.7% വരുന്ന കുട്ടികൾക്ക് വിളർച്ച രോഗമുണ്ട്. പാവപ്പെട്ടവന്റെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലെങ്കിലും, പാവപ്പെട്ടവർക്ക് പെൻഷൻ ഇല്ലെങ്കിലും, മറിയ ചേർത്തിയെ പോലുള്ള ആളുകൾ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ പിച്ചച്ചട്ടിയുമായി ഈ കേരളത്തിന്റെ മുന്നിൽ വരുമ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി പണമൊന്നും തരുന്നില്ല, നരേന്ദ്രമോദി വികസന പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് വന്നപ്പോ തിരുവനന്തപുരത്ത് മിസ്റ്റർ ശശി തരൂരിന്റെ ഫ്ലക്സ് ബോർഡ് വന്നു. ശശി തരൂരിന്റെ ഫ്ലക്സ് ബോർഡിൽ പറയുകയാണ് 3000 കോടിയുടെയും 4000 കോടിയുടെയും 6000 കോടിയുടെയും കണക്ക്. അദ്ദേഹം പറയുന്നു, ഞാൻ പാർലമെന്റേറിയനായിരുന്നു തിരുവനന്തപുരത്ത്, 6000 കോടി രൂപയിലധികം ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഉണ്ടോ? സന്തോഷം. കൊല്ലം പ്രേമചന്ദ്രൻ പറയുകയാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ. അപ്പൊ ശരി, പ്രേമചന്ദ്രന്റെ ഫ്ലക്സ് ബോർഡ് ഈ റോഡിൽ കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് കണ്ട കാഴ്ച ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോ ആലപ്പുഴയിൽ ഞാൻ കണ്ടു ആരിഫിന്റെ ഫ്ലക്സ് ബോർഡ്. അതിൽ ആരിഫ് പറഞ്ഞു 2500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ MP-മാർ ഇത്ര കണ്ട് പണം നിങ്ങളുടെ മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തോട് പക്ഷപാതമില്ലാതെ ഒരു MLA വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും MP-യെ വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും കേരളത്തെ നെഞ്ചോട് ചേർത്ത ആരാധ്യനായ നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ പോലും ഒരു പദ്ധതിയിലും നിങ്ങൾ എഴുതി ചേർത്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ജനങ്ങളോട് പറയും, ഈ കണക്കുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം, ഇവിടത്തെ NDAയുടെ നേതൃത്വം, ഞങ്ങൾ വീട് വീടാന്തരം ഈ കണക്കുകൾ പറയാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ സഹപ്രവർത്തകരോട് എനിക്കൊരൊറ്റ അപേക്ഷയാണുള്ളത്. നമ്മൾ കുറെ കാലമായി കഠിന പ്രയത്നം ചെയ്യാൻ തുടങ്ങിയിട്ട് 41 ദിവസം വ്രതമെടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നത് പോലെ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും കഠിനമായിട്ടുള്ള വ്രതമെടുക്കുന്നത് പോലെ നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ വ്രതത്തിന്റെ റിസൾട്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകാൻ പോകുമ്പോ നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ സ്വപ്നം പൂവണിയിക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ചില താമരകൾ വിരിയിച്ചെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരായിട്ട് ആളുകളെ പറഞ്ഞയക്കാനും MP-മാരായിട്ട് ചില ആളുകളെ മാറ്റാനും കിട്ടിയിട്ടുള്ള ഈ അസുലഭ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ലോകം ശ്രദ്ധിച്ച ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പണ്ട്, പത്മജേച്ചിക്ക് ഓർമ്മയുണ്ടാവും, ഗരീബി ഹടാവോ. അതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വലിയ മുദ്രാവാക്യം. ദാരിദ്ര്യത്തെ മാറ്റൂ, നോർത്ത് ഇന്ത്യയുടെ തെരുവേദികളിൽ ദാരിദ്ര്യത്തെ മാറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റേഷൻ മിലേഗ ഒരു മുദ്രാവാക്യമായിരുന്നു, നിങ്ങൾക്ക് റേഷൻ കിട്ടും. മറ്റൊരു മുദ്രാവാക്യമായിരുന്നു
सारे लोगों को अस्पताल में फ्री रेशन मिलेगा, अस्पताल में फ्री मेडिसिन मिलेगा. എല്ലാ പാവങ്ങൾക്കും ആശുപത്രിയിൽ സൗജന്യമായിട്ട് മെഡിസിൻ ലഭിക്കും. മിലേഗ, കിട്ടും. ഓരോ സെക്ടറിനെ കുറിച്ചും മുൻകാല കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു, പ്രസംഗിച്ചു. പാവപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം കിട്ടും. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞത് മിലേഗ എന്നല്ല, മിൽഗയ. 5 ലക്ഷം വരുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത്. നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കിട്ടിയില്ലേ? അതാണ് നരേന്ദ്രമോദി ചോദിച്ചത്. നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരോട് ചോദിച്ചു, ഇന്ദ്രധനുഷ് പദ്ധതി നിങ്ങൾക്ക് കിട്ടിയില്ലേ? അദ്ദേഹം ചോദിച്ചു. മാതൃബന്ധൻ യോജന നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അദ്ദേഹം ചോദിച്ചു. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അദ്ദേഹം ചോദിച്ചു. സർവശിക്ഷ അഭിയാൻ പദ്ധതി, ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വപ്ന പദ്ധതി എല്ലാ ക്ലാസ് മുറികളിലേക്കും കിട്ടിയിട്ടില്ലേ? അതാണ് ശ്രീമാൻ നരേന്ദ്രമോദി ചോദിച്ചത്. ആളുകൾ മോദിജിയോട് പറയുകയാണ്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കുടിലിലേക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തതിന് ശേഷം നരേന്ദ്രമോദിജി കയറി ചെന്നപ്പോ ആ സഹോദരി പകച്ച മുഖം, സന്തോഷം കൊണ്ടും കരയണോ ചിരിക്കണോ എന്നറിയാതെ ആ സഹോദരി എണീറ്റ് നിന്നുകൊണ്ട് ചായയുണ്ടാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോ അദ്ദേഹം ചോദിച്ചു, ഉജ്ജ്വൽ യോജനക്ക ഗ്യാസ് മിൽഗയ, ഗ്യാസ് നിങ്ങൾക്ക് കിട്ടിയോ? നരേന്ദ്രമോദി ചോദിച്ചപ്പോ മിൽഗയി എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കിട്ടിയെന്നാണ് അമ്മ പറഞ്ഞത്. വീട് കിട്ടി, ഗ്യാസ് കിട്ടി, വെള്ളം കിട്ടി. പ്രിയപ്പെട്ടവരെ, ആശുപത്രിയിൽ സൗജന്യമായിട്ടുള്ള 5 ലക്ഷം രൂപയുടെ പദ്ധതി കിട്ടി. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷത്തോടും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇതൊന്നും കേരളത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാതെയാണ് നിങ്ങൾ കാത്തിരുന്നത്. നിങ്ങൾ പ്രധാനമന്ത്രി കൊടുത്ത വീട്ടിൽ, നരേന്ദ്രമോദിജി കൊടുത്ത വീട്ടിൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ കിടന്നുറങ്ങിയാൽ ഞങ്ങൾക്ക് വീട് തന്ന നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന പാർട്ടിയിൽ താമര ചിഹ്നത്തിൽ വോട്ട് കിട്ടുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് മറ്റേതൊരു സംസ്ഥാനത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ഇവിടെ വികസനത്തെ വഴിമാറ്റി നിർത്തി അഴിമതിയുടെ കെട്ടുകാര്യസ്ഥതയുടെ പ്രതീകമായി പര്യായമായിട്ടാണ് ഇവിടുത്തെ ഭരണപക്ഷവും ആ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന പ്രതിപക്ഷവും കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോയിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിനെ നമുക്ക്, ഇവരുടെ ഈ കാപട്യത്തെ നമുക്കൊന്ന് പൊളിച്ചടുക്കണം. അതിന് ഈ വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതാ കിഴക്കൻ ചക്രവാളത്തിൽ കാവിനിറം സൂര്യോദയം, അരുണ സൂര്യോദയം വരികയാണ്. ആ അരുണ സൂര്യോദയം ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങളെ ഇനി കേരളത്തിന്റെ അതിരുകൾക്കകത്ത് തളച്ചിടാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൂര്യകിരണങ്ങൾ ഈ കേരളത്തിലെയും തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അടൽ ബിഹാരി വാജ്പേയിജി പറഞ്ഞതുപോലെ സൂരജ് ഹോ തോ കമൽ കിലേഗ, സൂര്യനുണ്ടെങ്കിൽ താമര വിരിയിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് എന്റെ സഹപ്രവർത്തകന്മാർ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യും. ലോകം കാത്തിരിക്കുന്ന ഈ നരേന്ദ്രമോദിജിയെ, ഭാരതം ഓരോ നിമിഷവും നെഞ്ചേറ്റിട്ടുള്ള നരേന്ദ്രമോദിജിയെ ഞാനും നിങ്ങളും ആരാധനയോടെ കൊതിയോടെ നോക്കിക്കാണുന്ന നരേന്ദ്രമോദിജിയെ കേരളത്തിന്റെ തെരുവീതികളിൽ നമുക്ക് മണിക്കൂറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു സമ്മാനം, അത് താമരയിൽ നിന്ന് വിജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ രൂപത്തിൽ ആ സമ്മാനം തന്നാൽ കേരളത്തെ ഞങ്ങൾ മാറ്റിമറിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, ഇവിടുത്തെ ടെക്നോളജിസ്റ്റിന്, ഇവിടുത്തെ ശാസ്ത്രജ്ഞന്, ഇവിടുത്തെ ആബാലവൃദ്ധം വരുന്ന ജനതയെയും കാത്തു സംരക്ഷിച്ചോളാം എന്നുള്ള വാക്ക് തന്നുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് എന്റെ സഹപ്രവർത്തകന്മാർക്ക് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ നൽകട്ടെ എന്നും നമ്മുടെ ഈ കേരളത്തിന്റെ മാറ്റത്തിനു വേണ്ടി നമ്മൾ സമൂഹത്തോട്, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തെ മാറ്റാൻ, കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ, കേരളത്തെ ഇനിയും സമൃദ്ധമാക്കാൻ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക്, ഞങ്ങളുടെ BDJSന്റെ NDAയുടെ സ്ഥാനാർത്ഥികൾക്ക് താമര ചിഹ്നത്തിലും വോട്ടുകൾ നൽകിക്കൊണ്ട് തിരഞ്ഞെടുത്തയക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുകയാണ്. വന്ദേ മാതരം.
ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ. വരണം വരണം മോദി സർക്കാർ, വരണം വരണം, ഉറക്കെ വിളിക്കണം, വരണം വരണം, വീണ്ടും വരണം, വീണ്ടും വരണം, ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. നമ്മുടെ ഈ പരിപാടിയിൽ അതിനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി ഇവിടെ എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ഉൾപ്പെടുന്ന മധ്യ തിരുവിതാംകൂറിന് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ശ്രീ വി മുരളീധരൻജിയാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള നമ്മുടെ ജില്ല ഉൾപ്പെടുന്ന ഈ മധ്യ തിരുവിതാംകൂറിൽ കോവിഡ് കാലത്ത് മലയാളികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നാട്ടിലേക്ക് വരാൻ ഏറ്റവും അധികം സംഭാവന നൽകിയ ശ്രീ വി മുരളീധരൻജിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക. അടുത്ത പ്രഭാഷണത്തിനായി പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ മിസോറാം ഗവർണറുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരൻജി ഇവിടെ എത്തിയിട്ടുണ്ട്. ആറുമല ഉൾപ്പെടെയുള്ള നിരവധി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ശക്തനായിട്ടുള്ള സമര പോരാളി കൂടിയാണ് പ്രിയപ്പെട്ട ശ്രീ കുമ്മനം രാജേട്ടൻ. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഇവിടെ ക്ഷണിച്ചുകൊള്ളും. സമാരാധ്യരായ നേതാക്കന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ, ഗുരുജനങ്ങൾ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ആസന്നമായ തെരഞ്ഞെടുപ്പ്, ജനങ്ങൾ തങ്ങളുടെ ഈ നാട് ഭരിക്കേണ്ടത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഇനി അധികം നാളുകളൊന്നുമില്ല. ഇവിടെ LDFും UDFും എതിർപക്ഷത്തുണ്ട്. ആ LDFിനോടും UDFിനോടും ചോദിക്കാൻ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജയിച്ചാൽ ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി? എന്താണ് നിങ്ങളുടെ പരിപാടി? പണ്ടൊക്കെ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുദ്രാവാക്യം മുഴക്കി നടന്നിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? ഈ ചോദ്യം അവരോട് തന്നെ ചോദിക്കുകയാണ്. നിങ്ങൾ ജയിച്ചാൽ ആരാണ് ഈ നാടിൻ്റെ പ്രധാനമന്ത്രി? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇവിടുത്തെ മത്സരിക്കുന്ന ആന്റണി തയ്യാറാണോ? നിങ്ങളെ ജയിപ്പിച്ചാൽ ആരാണ് നമ്മുടെ നാട് ഭരിക്കുക? LDF തോമസ് ഐസക്കിനോട് ചോദിക്കുന്നു, നിങ്ങൾ ജയിച്ചാൽ ആരായിരിക്കും ഇവിടുത്തെ പ്രധാനമന്ത്രി? നമ്മുടെ നാടിനെ നയിക്കാൻ പോകുന്ന ആൾ ആരാണ്? നിങ്ങൾക്ക് എന്തിൻ്റെ പേരിൽ വോട്ട് തരണം? പറയൂ, എന്താണ് നിങ്ങളുടെ പരിപാടി? നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഭാരതത്തിൽ നടപ്പാക്കാൻ പോകുന്ന പരിപാടി എന്താണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം അവർക്കില്ല. കാരണം അവർ രണ്ടുപേരും കേരളത്തിന് പുറത്ത് സഹോദരങ്ങളാണ്. അടുത്ത കാലത്ത് ആനി രാജ, CPIയുടെ നേതാവ്, പറഞ്ഞു, എന്തിനാണ് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സുഹൃത്തുക്കളല്ലേ, നമ്മൾ ഒരേ മുന്നണിയിൽപ്പെട്ടവരല്ലേ, എന്തിനാണ് ഈ വയനാട് വന്ന് മത്സരിക്കുന്നത് എന്ന ചോദ്യം ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ആനി രാജ ചോദിച്ചത്. ശരിയാണ്, നിങ്ങളുടെ മത്സരം സൗഹൃദ മത്സരമാണ്, ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. ഇത് ജനങ്ങളെ, ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കേരളത്തിന് പുറത്ത് സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാരണം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ യോജിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യോജിക്കും. എന്താണ് അത്? NDA തോൽപ്പിക്കണമെന്നുള്ള കാര്യത്തിലാണ്. ഇവിടെ K മുരളീധരൻ അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? ഞാൻ ഇതിനു മുമ്പും ഇവിടുത്തെ NDA BJP സ്ഥാനാർത്ഥിയൊക്കെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത്. ഞാനാണ് നേമത്ത് ഞാൻ മത്സരിച്ചു, ഞാൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. അതാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ്, എൻ്റെ ഏറ്റവും വലിയ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. ഞാൻ BJPയെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. ശരിയാണ് മുരളീധര, നിങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാനല്ല, തോൽപ്പിക്കാനാണ്. നിങ്ങൾക്ക് ജയിക്കേണ്ട കാര്യമില്ല.
കാരണം ജയിക്കാൻ വേണ്ടിയേ അല്ല അവർ ചിന്തിക്കുന്നു. കാരണം സൗഹൃദ മത്സരമാണ്. അവർ രണ്ടുപേരും കൂട്ടായിട്ട് നിന്നുകൊണ്ട് NDA എങ്ങനെ തോൽപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രണ്ടു കൂട്ടരുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഏക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അഭിനയിക്കുക, ഇത് കപട നാടകമാണ്, ഇത് കാപട്യമാണ്, വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്, ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു പദ്ധതിയില്ല, നിങ്ങൾക്ക് സ്വയം പറയാൻ, യോജിച്ചു നിന്നുകൊണ്ട് പറയാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ജയിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി പറയാനില്ല. പക്ഷേ NDAക്ക് പറയാനുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായും നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. അക്കാര്യത്തിൽ ഒരു സംശയം ഇവിടുത്തെ പ്രവർത്തകർക്കാർക്കുമില്ല, ജനങ്ങൾക്കുമില്ല. നിങ്ങൾക്കങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾക്കങ്ങനെ ആരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഭരണചക്രം തിരിക്കുന്ന ഈ നാടിന്റെ പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് പറയാൻ, ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോടത് പറയാൻ നിങ്ങൾക്ക് കടമയുണ്ട്, നിങ്ങൾക്കതിനുള്ള ചുമതലയുണ്ട്. കാരണം നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് നാടിനു വേണ്ടിയാണ്. ഈ രാഷ്ട്രം ആര് ഭരിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ അത് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ പരിപാടി എന്താണ്? നിങ്ങൾ ജയിച്ചാൽ ഈ ഭാരതത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി എന്താണ്? ഒരു പരിപാടിയും അവർക്ക് പറയാനില്ല. എന്ത് പരിപാടിയാണ് പറയാൻ? ഈ കേരളത്തെ 4.5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാക്കി, ഈ കേരളത്തിൽ കറണ്ട് ചാർജ് കൂട്ടി, വാട്ടർ ചാർജ് കൂട്ടി, എല്ലാം കെട്ടിട നികുതി കൂട്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ദുസ്സഹമാക്കി തീർത്ത LDFന് എന്ത് ആണ് ഈ ഭാവി ചെയ്യാൻ പോകുന്നതിനെ പറ്റി പറയാൻ? അതുപോലെ തന്നെ കോൺഗ്രസിന് എന്താ പറയാൻ? നിങ്ങൾക്ക് എന്താണ് ഇനി പരിപാടി, നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി എന്താണ്? പക്ഷേ NDAക്ക് പറയാനുണ്ട്, ഈ ഭാരതത്തെ ലോകത്തില് 3ാം സാമ്പത്തിക ശക്തിയാക്കി മാറ്റും എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. നരേന്ദ്രമോദി പറയുന്നത് അത് തന്നെയാണ്. ഈ ഭാരതത്തെ ഈ യശസ്സിന്റെ നെറുകയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക രാജ്യമാക്കി മാറ്റുമെന്നാണ്. ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാക്കും, ഏറ്റവും വലിയ ബഹിരാകാശ ശക്തിയാക്കും, ഏറ്റവും വലിയ കാർഷിക രാജ്യമാക്കി മാറ്റും. എല്ലാ രംഗത്തും സമഗ്രമായ സമൂലമായ പരിവർത്തനം വരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ സാമ്പത്തികമായ അവരുടെ എല്ലാ നിലയിലുമുള്ള ഉയർച്ചയാണ്. വിദ്യാഭ്യാസപരമായി കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തും എല്ലാ രംഗങ്ങളിലും സമഗ്രമായ പുരോഗതി കൈവരിച്ച് ഈ ഭാരതത്തെ ലോക ഗുരുവാക്കും, ജഗത് ഗുരുവാക്കും. ആ സ്ഥാനത്തേക്ക് ഭാരതത്തെ കൊണ്ടുവരും, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയെടുക്കും. ഇത് പറയാൻ ഇവിടെ LDFന് സാധിക്കും, UDFന് സാധിക്കും, കോൺഗ്രസിന് സാധിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറയാൻ? ഈ ഭാരത രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പങ്കാണുള്ളത്? ഈ ഭാരതത്തെ ഏത് നിലയിലാക്കും എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? എല്ലാത്തിൻ്റെയും നേട്ടം തങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഇവിടെ സൗജന്യമായി അരി കൊടുക്കാൻ റേഷൻ കടയിലൂടെ അരി കൊടുക്കുകയാണ്. ഒരു വർഷം 15.5 ലക്ഷം ടൺ അരി ഈ കേരളത്തിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആ റേഷൻ കടയുടെ മുന്നിൽ ഒരു നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം വെക്കാൻ പോലും മടിയാണ്. അതേസമയം പിണറായി വിജയൻ, ഒന്നും ചെയ്യാത്ത പിണറായി വിജയന്റെ പടം വെക്കണം. എന്തെല്ലാമാണ്. ഒന്നും ചെയ്യാതിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ ഗവൺമെന്റ്, ഈ LDF മേനി നടിച്ച് നടക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ച് വാസ്തവത്തിൽ കബളിപ്പിക്കുകയാണ്, ചതിക്കുകയാണ്. ഈ ചതിക്കുഴിയിൽ നിന്നും നമ്മുടെ ജനങ്ങളെ രക്ഷിക്കണം. ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ LDFനോ UDFനോ ഒരിക്കലും ഒരു നേട്ടത്തിന്റെ വിജയത്തിന്റെ നേരിയ കണിക പോലും ഈ 20 നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായും ഈ നാട്ടിലെ പ്രബുദ്ധ കേരള ജനത തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി പത്തനംതിട്ട നിയോജക മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ആണല്ലോ ശബരിമല, അതുപോലെ ഏറ്റവും പ്രശസ്തങ്ങളായിട്ടുള്ള 2 വലിയ കൺവെൻഷനുകൾ, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, അതുപോലെ തന്നെ തീർത്ഥാടനം, മഞ്ഞനിക്കര തീർത്ഥാടനം, പരിമല തീർത്ഥാടനം, ശബരിമല തീർത്ഥാടനം, ഇതെല്ലാമുള്ള ഒരു ദിവ്യഭൂമിയാണ് ഈ പത്തനംതിട്ട ജില്ല. എന്താണ് കഴിഞ്ഞ 15 വർഷക്കാലമായി നമ്മുടെ ഇവിടുത്തെ MP ചെയ്തത്? അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാർ എന്താണ് ചെയ്തത്? എന്താണ് ഈ പത്തനംതിട്ടയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു?
ഒന്നും ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ ഈ പത്തനംതിട്ട ജില്ല ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സ്ഥിരപ്പെടുത്തുന്നതാണ്. എന്തെങ്കിലും സാമ്പത്തിക രംഗത്ത് സംഭാവന ചെയ്യുന്ന ഒരു വലിയ ജില്ലയാണ്, ഒരു പ്രദേശമാണ് പത്തനംതിട്ട. കാരണം ഏതാണ്ട് 3 കോടിയിൽ പരം അയ്യപ്പ ഭക്തന്മാർ ഈ പത്തനംതിട്ട പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ഈ കേരളത്തിന് കിട്ടുന്ന റവന്യൂ വരുമാനം എത്രയാണ്? ഏതാണ്ട് 20 ലക്ഷം വാഹനങ്ങൾ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. 20 ലക്ഷം വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു. 2.5-3 കോടിയോളം കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാർ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നു, അവരുടെ താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതിലൂടെയൊക്കെ കിട്ടുന്ന വരുമാനമുണ്ട്, വലിയൊരു റവന്യൂ വരുമാനമാണ്. ആ റവന്യൂ വരുമാനം ഒരിക്കൽ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ എഴുതിക്കൊടുത്ത മറുപടിയിൽ പറഞ്ഞു, 10,000 കോടി രൂപയുടെ റവന്യൂ വരുമാനം ശബരിമല ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഖജനാവിലേക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയധികം റവന്യൂ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമുള്ള ഈ പ്രദേശത്ത്, ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് കാര്യമാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ തീർത്ഥാടകർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ തീർത്ഥാടകർ എല്ലാം മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമുണ്ട്. അവർക്കൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് വരിമല തീർത്ഥാടനമായിക്കോട്ടെ, മഞ്ഞനിക്കര തീർത്ഥാടനമായിക്കോട്ടെ, ഏത് തീർത്ഥാടനമായിക്കോട്ടെ, അവർക്കെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സർക്കാർ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, കഴിഞ്ഞ 67 വർഷക്കാലമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 മുന്നണികൾ അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം സ്വദേശി ദർശൻ പദ്ധതിയിൽപ്പെടുത്തി ഈ ശബരിമലയ്ക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ കണ്ണന്താനം, അദ്ദേഹം തന്നെ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ 300 കോടി രൂപയുടെ പ്രോജക്റ്റാണ് തയ്യാറാക്കി കൊടുത്തത്. അത് പാസ്സായി, അതൊക്കെ നടപ്പിലാക്കി. അതിൽ 20 കോടി രൂപ ഈ ശബരിമലയ്ക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. 100 കോടി അനുവദിച്ചതിൽ 20 കോടി രൂപ ചെലവഴിച്ചതിന്റെ കണക്ക് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ബാക്കി കിട്ടും? കാരണം ഇത്രയധികം സഹായം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവിടെ ഈ പമ്പാ നദി വളരെ വിശുദ്ധമായ നദിയാണ്, പുണ്യ നദിയാണ്. ഈ പമ്പാ നദി വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ആര് ശ്രദ്ധിക്കുന്നു? ഇവിടുത്തെ കേരള ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആറന്മുള വള്ളംകളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആറന്മുള വള്ളംകളി ഈ മണ്ഡലത്തിലാണ്. എന്ത് ചെയ്യുന്നു? 52 കരകളിൽ നിന്നും പള്ളിയോടങ്ങൾ ഒരു താളം ഇട്ടുകൊണ്ട് വള്ളപ്പാട്ട് പാടിക്കൊണ്ട് ഈ പമ്പാ നദിയുടെ വിരുമാറിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും ലോകോത്തരമായ സദ്യ ആകർഷിക്കാൻ, ഇവിടുത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഉത്സവം, ഒരു ജനകീയ ഉത്സവം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ നിയോജക മണ്ഡലത്തിൻ്റെ, ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് ഒരു വ്യക്തമായ കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകാൻ അനിൽ ആന്റണിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മോഡി സർക്കാർ ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്, മേലിലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി NDA സാരഥികളെ, ഈ തൊട്ടടുത്തുള്ള എല്ലാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആ സ്ഥാനാർത്ഥികളുടെ സമാരാധ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, പ്രിയങ്കരായ സ്ഥാനാർത്ഥികൾ, അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം വിജയിപ്പിക്കാൻ നമ്മുടെ പ്രാർത്ഥനയുണ്ടാകണം, കഠിനാധ്വാനം ഉണ്ടാകണം, ഓവർ ടൈം വർക്ക് ചെയ്യണം. അങ്ങനെ അവരെ വിജയ ശ്രീലാളിതരായി വിജയ വൈജയന്തി പറപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഉഷാറായ പ്രവർത്തനം, ആവേശകരമായ പ്രവർത്തനം നടക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. എല്ലാവരും അവരവരുടെ സീറ്റുകൾ ഇരിക്കണം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മോദിജി ഇവിടെ എത്തിച്ചേരുന്നതാണ്. എല്ലാവരും അവരവരുടെ സീറ്റുകൾ ഇരിക്കേണ്ടതാണ്. വരണം വരണം, ഉറക്കെ പറയണം. വരണം വരണം, വരണം വരണം, ഉറക്കെ പറയണം. വരണം വരണം, വീണ്ടും വരണം, വീണ്ടും വരണം. ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി ഉറക്കെ പറയണം. വരണം വരണം, വീണ്ടും വരണം, ഒരിക്കൽ കൂടി. അടുത്ത പ്രഭാഷണത്തിനായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ.
ഹലോ, മൈക്ക് ചെക്ക്. ഹലോ ഹലോ. നല്ല ചൂടുണ്ടല്ലേ? മോഡി വരുമ്പോൾ തണുപ്പ് അനുഭവിക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് ആ തണുപ്പിനായി പ്രിയമുള്ളവരെ നമുക്ക് അല്പനേരം കൂടി കാത്തിരിക്കാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തെ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിലെ 5ാമത്തെ രാജ്യമാക്കി മാറ്റിയ ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കാം, അദ്ദേഹത്തെ കേൾക്കാം, അദ്ദേഹത്തെ ശ്രവിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിൽ നടപ്പിലാക്കി ഒരു മാറ്റത്തിന്റെ തുടക്കമായി കേരളത്തെ, ഈ സമ്മേളനത്തെ മാറ്റിയെടുക്കാം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഏതാനും വാക്കുകൾ മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പിന്നാലെ മുരളിയേട്ടനും സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രജി അടക്കമുള്ള ആളുകൾ സംസാരിക്കാനുണ്ട്. പരിശുദ്ധ ബൈബിളിൽ സ്നാപക യോഹന്നാൻ യേശുദേവന്റെ വരവറിയിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അയാളുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, എനിക്ക് പിന്നാലെയാണ് മുരളിയേട്ടനും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറെ നേരം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പാണ്, ഈ രാജ്യം എന്താവണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്. 2014 നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ 6.5 പതിറ്റാണ്ട് കോൺഗ്രസിന്റെ ഭരണം ഈ രാജ്യത്തെ തകർത്തെങ്കിൽ, ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞു എങ്കിൽ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, വീടില്ലാത്തവന്റെ, ഉണ്ണാനില്ലാത്തവരുടെ അടങ്ങുന്ന നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് പാവപ്പെട്ടവരെ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് അവർക്കായി 10 വർഷം നടത്തിയ പദ്ധതികൾ. ഒരു ഭാഗത്ത് ഈ രാജ്യത്തെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ നരേന്ദ്രമോദിയുടെ ഭരണകൂടം കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തെ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പാലിച്ചുകൊണ്ട് നടത്തിയ ഭരണ നടപടികൾ. ഭാരതീയ ജനതാ പാർട്ടിയും BJPയുടെ ആദ്യ രൂപവുമായ ഭാരതീയ ജനസംഘവും പറഞ്ഞു, കാശ്മീരിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയും. നരേന്ദ്രമോദി 370 വകുപ്പ് ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തു. കാശ്മീർ സ്വതന്ത്ര ഭാരതത്തിന്റെ പൂർണ്ണ അംശമാക്കി മാറ്റി. കാശ്മീരിന്റെ സ്വതന്ത്ര സംവിധാനം, പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ ജനത മനസ്സിലാക്കിയത്. 370 വകുപ്പ് എടുത്തു കളയുന്നതിനെതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, 370 വകുപ്പ് എടുത്തു കളഞ്ഞ് കാശ്മീരിൽ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ശുദ്ധവായു കാശ്മീരിൽ കടന്നു ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് 370 വകുപ്പിന്റെ തണലിൽ കാശ്മീരിലെ പട്ടികജാതിക്കാർ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന്. കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാശ്മീരിലെ വനിതകൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന്. പട്ടികജാതിക്കാരന്റെ അവകാശത്തിന് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുകാരും ഒന്ന് മനസ്സിലാക്കണം, കാശ്മീരിലെ വാൽമീകി സമുദായം, കാശ്മീരിലെ പട്ടികജാതിക്കാർ, ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പദവിയിൽ വരെ എത്താൻ ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്ക് കഴിഞ്ഞു എങ്കിൽ, ജമ്മു കാശ്മീരിൽ 370 വകുപ്പ് നിലനിന്നിരുന്ന കാലത്ത് വാൽമീകി സമുദായത്തിലുള്ള പട്ടികജാതിക്കാർക്ക് അവർക്ക് എത്ര ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിലും അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ജോലി സിപ്പായിയുടെ ജോലിയാ, സ്വീപ്പറുടെ ജോലിയാ. ഉന്നത ഔദ്യോഗിക മേഖല
പട്ടികജാതിക്കാർക്ക് നിരോധിക്കപ്പെട്ട ഒരു സംസ്ഥാനമായി 6.5 പതിറ്റാണ്ട് കാശ്മീരിനെ നിലനിർത്തിയത് കോൺഗ്രസ് ഭരണകൂടം. 6.5 പതിറ്റാണ്ട് കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കാതെ മാറ്റി നിർത്താൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ. കാശ്മീരിന്റെ ഉമർ അബ്ദുള്ള വിവാഹം കഴിച്ചത് വിദേശ വനിതയാണ്. ഉമർ അബ്ദുള്ളയ്ക്ക് കാശ്മീരിലെ സ്വത്തവകാശം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഉമർ അബ്ദുള്ളയുടെ സഹോദരി വിവാഹം കഴിച്ചത് രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവ് രാജേഷ് പൈലറ്റിനെ. കാശ്മീരിൽ 370 വകുപ്പും 35A നിയമവും നിലനിന്നിരുന്നപ്പോൾ കാശ്മീരിലെ ഒരു പെൺകുട്ടി അന്യ സംസ്ഥാനത്തിലുള്ള ആളെ വിവാഹം കഴിച്ചാൽ കാശ്മീരിലെ ആ കുട്ടിക്കുള്ള കുടുംബാവകാശം, സ്വത്തവകാശം നഷ്ടപ്പെടുമായിരുന്നു. വിദേശ വനിതയെ വിവാഹം കഴിച്ച ഉമർ അബ്ദുള്ളയുടെ സ്വത്തവകാശം, വോട്ടവകാശം കാശ്മീരിൽ നഷ്ടപ്പെട്ടില്ല. മറിച്ച് ഇന്ത്യക്കാരനായ രാജേഷ് പൈലറ്റിനെ വിവാഹം കഴിച്ച ഉമർ അബ്ദുള്ളയുടെ സഹോദരിയുടെ കാശ്മീരിലെ കുടുംബ സ്വത്തിലുള്ള അവകാശവും വോട്ടവകാശവും നഷ്ടപ്പെട്ടിരുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകൂടം 370 വകുപ്പ് ഇല്ലാതാക്കുന്നത് വരെ. കാശ്മീരിലെ സ്ത്രീകളെ, കാശ്മീരിലെ പട്ടികജാതിക്കാരെ 2ാം തരം പൗരന്മാരായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിനാണ് അറുതി വരുത്തിയത്. 370 വകുപ്പ് റദ്ദാക്കിയതാണ് മോഡിയുടെ ഗ്യാരണ്ടി. അത് മോഡിയുടെ ഗ്യാരണ്ടിയാ. BJPയുടെ 2019 തെരഞ്ഞെടുപ്പില് വാഗ്ദാനമാണ്. പ്രകടന പത്രികയിൽ, വീക്ഷണപത്രത്തിൽ BJP പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് CAA നടപ്പിലാക്കും, ഇന്ത്യയുടെ പൗരത്വ നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കും, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ പൗരത്വ നിയമത്തിൽ ഭേദഗതി ഉണ്ടാവും, ഇളവുകൾ വരുത്തും. 2019 പ്രകടന പത്രികയിൽ, വീക്ഷണ പത്രത്തിൽ BJP പറഞ്ഞു. BJP CAA നടപ്പിലാക്കി. കഴിഞ്ഞ ദിവസം അതിന്റെ ആവശ്യമായ ചട്ടങ്ങളുണ്ടായി, പോർട്ടലുകൾ വന്നു സ്ഥാപിക്കപ്പെട്ടു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നു CAA ഇന്ത്യയിലെ ജനതയെ രണ്ടാക്കുകയാണ്. CAA ഇന്ത്യയിലെ ജനതയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയാണെന്നാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത്. കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോടും എനിക്ക് പറയാനുള്ളത്, എന്നാൽ മതത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? നമ്മുടെ രാജ്യത്തെ വിവിധ മതങ്ങൾക്കുള്ള പ്രത്യേക സിവിൽ നിയമങ്ങൾ മാറ്റി ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാമല്ലോ. ഈ രാജ്യത്തെ മതങ്ങളെ ഭിന്നിപ്പിക്കാത്ത സിവിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തയ്യാറാകുമോ? അപ്പോഴും കോൺഗ്രസ് പറയും മതങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. എന്താ CAA? നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോ, പാകിസ്ഥാനിൽ ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ താൻ അറിയാതെ മറ്റൊരു രാജ്യത്തെ പൗരനാകാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ടവർ, അവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ പീഡനം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ, അവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആക്രമണത്തിന് ഇരയായ പാവപ്പെട്ടവർ, ആ ന്യൂനപക്ഷങ്ങൾ ജീവിതം തേടി ജീവൻ രക്ഷിക്കാൻ 2047 തൊട്ട് ഇന്ത്യയുടെ മണ്ണിലേക്ക് തിരികെ വന്നവർ ഭിക്ഷാന്തേഹികളായി ഇന്ത്യയുടെ മണ്ണിലൂടെ അലയേണ്ട ഗതികേടുണ്ടായപ്പോൾ ഡൽഹിയിലെ തെരുവുകളിൽ, ബംഗാളിലെ തെരുവുകളിലടക്കം അഭയാർത്ഥികളായി ഭിക്ഷാപാത്രവുമായി നടക്കേണ്ട ഗതികേടുണ്ടായപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന്, ഒരാശുപത്രിയിൽ പോകാൻ, ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പൗരത്വ സർട്ടിഫിക്കറ്റുകളൊന്നുമില്ലാതെ കേവലം ഭിക്ഷാന്തേഹികളായി തെരുവിൽ അലയണ്ടി ഗതികേടുണ്ടായ പാവപ്പെട്ട ഇന്ത്യക്കാരായ വിഭജിക്കപ്പെട്ട ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് വിഭജിച്ചു പോയ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള അവിടുത്തെ പീഡനത്തിനിരയായവരെ സംരക്ഷിക്കാൻ, സ്വന്തം നെഞ്ചോട് ചേർത്തു പിടിക്കാൻ ഒരു ഭരണകൂടം തയ്യാറാകുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. CAA നടപ്പിലാക്കുമെന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി 2014 പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ശൗചാലയങ്ങൾ ഉണ്ടാവണം. ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ
കേവലം 30% വീടുകളിൽ മാത്രം ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് 98% വീടുകളിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ച് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരന്റെ ആത്മാഭിമാനത്തെ വളർത്തിയതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട അമ്മമാർ കുടിവെള്ളം തലച്ചുമടായി ഏറെ കാതങ്ങൾ താണ്ടേണ്ട ഗതികേടുണ്ടായിരുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അമ്മമാർ നരേന്ദ്രമോദി പറഞ്ഞു, ഓരോ വീട്ടിലും ശുദ്ധജലം എത്തിക്കും, കുടിവെള്ളം പൈപ്പിലൂടെ ശുദ്ധജലം എത്തിക്കും. നിങ്ങൾ ഇനി മുതൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഈ രാജ്യത്തൊരമ്മയും ഒരു സഹോദരിയും കുടിവെള്ളത്തിന് വേണ്ടി കാതങ്ങൾ താണ്ടി അലയേണ്ട ഗതികേടുണ്ടാവില്ല. വീടുകളിൽ കുടിവെള്ളം എത്തിക്കും. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 14 കോടി കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞ ഭരണകൂടം നരേന്ദ്രമോദിയുടെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുമെന്നുള്ള ഗ്യാരണ്ടി നടപ്പിലാക്കിയ നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. തലൈവർ പത്തനംതിട്ടയിൽ അയ്യന്റെ മണ്ണിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഏറ്റവും മഹാനായ പുത്രൻ രാജ്യത്തെ ലോക ജനതയുടെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ നിൽക്കാൻ ത്രാണിയുള്ളവനാക്കി മാറ്റിയ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഓട്ടോഗ്രാഫ് തരാമോ ബ്രദർ എന്ന് ചോദിക്കുന്ന തരത്തിൽ, ഒരു ഓട്ടോഗ്രാഫ് ചോദിക്കുന്ന തരത്തിൽ, ആസ്ട്രേലിയൻ പ്രസിഡന്റ് യു ആർ മൈ ബോസ്, നിങ്ങളാണ് എന്റെ നേതാവ് എന്ന് പറയുന്ന തരത്തിൽ ലോക രാഷ്ട്ര നേതാക്കന്മാർ അംഗീകരിക്കുന്ന നരേന്ദ്രമോദി നിങ്ങളെ കാണാനെത്തുമ്പോൾ പ്രിയമുള്ളവരെ, വെയിലാവട്ടെ ചൂടാവട്ടെ തൃണവൽഗണിച്ചുകൊണ്ട് മോഡിയെ സ്വീകരിക്കാൻ ശ്രമിക്കാൻ തയ്യാറാവണം എന്ന് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത്. 10 വർഷം നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന മേഖലയിൽ മാറ്റം വരുത്തിയ ഭരണം. 8 വർഷം നമ്മുടെ കേരളത്തിൽ ഒന്നും പറയാനില്ലല്ലോ. പിണറായി വിജയന്റെ ഭരണം സുപ്രീം കോടതിയിൽ നമ്മുടെ പത്തനംതിട്ടയുടെ സ്ഥാനാർത്ഥി 5 വർഷം ഭരിച്ചതാ. അന്ന് അദ്ദേഹം അധികാരം വിട്ടൊഴിയുമ്പോ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഒന്നും ഭയപ്പെടാനില്ല, കേരളത്തിന്റെ ഖജനാവിൽ 5000 കോടി രൂപ ബാലൻസ് ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അന്ന് പറഞ്ഞത് പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ ഖജനാവിൽ 5000 കോടി രൂപ മിച്ചമുണ്ട്. വരുന്ന പുതിയ ഭരണകൂടത്തിന് സമാധാനത്തോടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാം. ഈ പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ട് വർഷം 3 കഴിഞ്ഞുള്ളൂ. എന്താ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ കരയുകയാ, എന്തെങ്കിലും തരണേ, പട്ടിണിയാണ്. ഈ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു സിനിമയിൽ ഭിക്ഷക്കാരനായിട്ട് വരുന്നുണ്ട്. അമ്മ 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 വല്ലതും തരണേ. സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഒരു ഗതികേടുണ്ടല്ലോ, ഖജനാവ് കാലിയ. 5000 കോടി നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞു, ഞങ്ങൾക്ക് 10000 കോടിയെങ്കിലും വേണം. സുപ്രീം കോടതി പറഞ്ഞു, തരുന്നത് വാങ്ങിപ്പോയി ആ ശമ്പളം ഒന്ന് കൊടുക്ക്. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? പെൻഷൻ കൊടുക്കണ്ടേ? ആശുപത്രികളിൽ മരുന്ന് വാങ്ങിക്കണ്ടേ? കിട്ടുന്ന പണം വാങ്ങി കേരളത്തിലെ സാധാരണക്കാരന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല. ഈ കേരളം എങ്ങനെയാണ് ഇങ്ങനെ തകർന്നത്? എവിടെയാണ് കേരളത്തിന് പാളിച്ച പറ്റിയത്? ആരാണ് കേരളത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ തകർത്തത്? ആരാണ് കേരളത്തിന്റെ വ്യാവസായിക മേഖല തകർത്തത്? ആരാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർത്തത്? ഈ 2 മുന്നണികളും, ഇടതും വലതും മുന്നണികൾ, 2 മുന്നണികൾ. കഴിഞ്ഞ 67 വർഷം കേരളം മാറി മാറി ഭരിച്ചവർ. കേരളം തകർന്നിട്ടുണ്ട് എങ്കിൽ പ്രതിവർഷം കേരളത്തിലെ 70,000 കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് അന്യരാജ്യങ്ങളിലേക്ക്
പോകേണ്ട ഗതികേടുള്ള തരത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തകർന്നിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദികൾ ഇടത് വലതു മുന്നണികൾ. ശരിയല്ലേ? പൂക്കോട് വെറ്റിനറി കോളേജിൽ 3 ദിവസമാണ് ഒരു പാവം കുട്ടിയെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെന്ന് അവകാശപ്പെടുന്ന കുട്ടികൾ ചേർന്ന് ക്രൂരമായി തച്ചുകൊന്നത്. കേരള സർവകലാശാലയിൽ കാലാവധി പൂർത്തീകരിച്ച വിദ്യാർത്ഥി യൂണിയനാണ് യുവജനോത്സവം നടത്തുകയും ആ യുവജനോത്സവത്തിൽ ഞങ്ങൾ നടത്തിയ യുവജനോത്സവം ഞങ്ങൾ തന്നെ അടിച്ച് തകർക്കുകയും ചെയ്ത ജഡ്ജ് കലാമത്സരത്തിൽ മാർക്കിടാൻ വന്ന ജഡ്ജ് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടാക്കിയത്. എല്ലാ മേഖലയും തകർന്നു. ഒരു രംഗത്തും വികസനത്തിന്റെ പുതിയ മേഖല കാഴ്ചവെക്കാൻ കഴിയാത്ത ഭരണകൂടം. ആകെ ഫ്ലെക്സ് വയ്ക്കുന്നതല്ലാതെ, ആകെ പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഈ 2 മുന്നണികൾക്കും കേരളത്തെ ഏതർത്ഥത്തിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്